ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പ് 2 വർഷം മുമ്പ് ചെയ്ത ഒരു വീഡിയോയുമുണ്ട്. അതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ചെയ്തൊരു വീഡിയോ ഉണ്ട്. 2 വീഡിയോയിൽ ഈ പ്രധാന വാതിലിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാന വാതിൽ എങ്ങനെ വയ്ക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു കോമൺ ഡൗട്ടായിട്ട് വീണ്ടും വീണ്ടും വരുന്നത് കൊണ്ടും ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമായി മാറുന്നത് കൊണ്ടും ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയണം. ഓരോ ഡയറക്ഷൻ ഇപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ അതിപ്പോൾ ഈ ഓരോ ദർശനത്തിലുള്ള വീടിനും അല്ലെങ്കിൽ ഒരുമിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത് മൊത്തം വീഡിയോ മൊത്തം കേൾക്കുന്ന വളരെ ഈ പറഞ്ഞ പോലെ ഫുൾ വീഡിയോ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ആദ്യത്തെ ഒരു ഭാഗത്ത് കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെല്ലാം ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഇന്ന് കിഴക്ക് ദർശനമുള്ള വീടിൻ്റെ പ്രധാന വാതിൽ എവിടെ വയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. കിഴക്ക് ദർശനമുള്ള വീട്ടിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിഴക്ക് ദർശനത്തിൻ്റെ ആ കിഴക്ക് ഭാഗത്തുള്ള ചുമരിനെ 9 ഭാഗിക്കുമ്പോൾ നമ്പർ ഇടുന്ന എവിടെ നിന്ന് 1, 2, 3 വടക്ക് നിന്നാണ് നമ്പർ ഇട്ട് വരേണ്ടത്. വടക്ക് നിന്ന് എവിടെ നിന്ന് നമ്പർ ഇടണം? വടക്ക് നിന്ന് നമ്പർ ഇട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന് മാർക്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തേത് സൂര്യൻ, രണ്ടാമത്തേത് ചന്ദ്രൻ, മൂന്നാമത്തേത് ചൊവ്വ, നാലാമത്തേത് ബുധൻ, അഞ്ചാമത്തേത് വ്യാഴം, ആറാമത്തേത് ശുക്രൻ, ഏഴാമത് ശനി, എട്ടാമത് രാഹു, 9 കേതു. ഇങ്ങനെ നമ്മളതിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചന്ദ്രൻ്റെ സോൺ, അതായത് രണ്ടാമത്തെ കണ്ണത്തിലും രണ്ടാമത്തെ പദത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാം, രണ്ടാമത്തെ പദത്തിലും 4, 5, 6 അതായത് ബുധൻ, വ്യാഴം, ശുക്രൻ ഈ 3 പദങ്ങളിലുമാണ് വേണം വാതിൽ വരാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീളുന്ന രീതിയിൽ ഈ നമ്പറിലല്ലാതെ ഇങ്ങോട്ട് വരുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷൻ വീട്ടിലേക്ക് കടന്നു വരും. വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പോസിറ്റീവാണ്. പക്ഷേ എന്നാലും നമ്മൾ ഈ ഘടകം, ഞാൻ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഞാൻ ചന്ദ്രൻ്റെ ഒരു പൊസിഷൻ പറഞ്ഞില്ല, രണ്ടാമത്തെ പൊസിഷൻ കൃത്യമായി ശ്രദ്ധിക്കുക. ഈ 2, 4, 5, 6 ഇതിനു മുമ്പ് വസിഷ്ഠൻ റൂളും കാര്യങ്ങളുണ്ട്. ഇതായിട്ട് കൺഫ്യൂസ് ആവേണ്ട. അത് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഈ വസിഷ്ഠൻ റൂളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശ്രദ്ധിക്കുക. എപ്പോഴും 2, 4, 5, 6 ഈ ഖണ്ഡങ്ങളിൽ ആവാൻ ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.